ഗസയിലെ കാര്യങ്ങൾ നമുക്കറിയാവുന്ന തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി, മാസങ്ങളായി അവിടെ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയാം. ഇപ്പോൾ സമാധാനം എന്ന് പുലരുമെന്ന് തന്നെയാണ് ചോദ്യം. ട്രംപിൻ്റെ ഗൾഫ് രാജ്യങ്ങളിലുള്ള സന്ദർശനം നമ്മളേറെ പ്രതീക്ഷയോടെയാണ് കണ്ടത്. ആ സന്ദർശനത്തിനുള്ളിൽ ഈ ഒരു വിഷയത്തിലൊരു തീരുമാനമുണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവിടെയും തീരുമാനമായിട്ടില്ല. അതിനിടയിലാണ് ഗസയിലുള്ള ഫലസ്തീനികളെ ഒഴിപ്പിക്കാൻ 10 ലക്ഷത്തോളം ഫലസ്തീനികളെ ലിബിയയിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നൊക്കെ അറിയുന്നത്. അതിലൊരു ഔദ്യോഗിക വിശദീകരണമോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും തന്നെ ഈ ഒരു വിഷയത്തിലൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകുമോ എന്നാണ് പരിശോധിക്കേണ്ടത്. ദാവൂദ് സാർ, കഴിഞ്ഞ ദിവസം UAE-യിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗസയിൽ നല്ല കാലം വരാൻ പോവുകയാണ് എന്ന്. അതെ അതെ. അപ്പോൾ ഇതായിരിക്കുമോ ട്രംപ് ഉദ്ദേശിച്ച നല്ല ദിവസം? അല്ലെ, അദ്ദേഹം നല്ലത് ചീത്ത എന്നൊക്കെ എന്നുള്ള വാക്കുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഉപയോഗിച്ചൊരു വാചകമുണ്ട്, ദേ ആർ ഫൈറ്റിംഗ് ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. ഇന്ത്യയും പാകിസ്ഥാനും ആയിരക്കണക്കിന് വർഷങ്ങളായി യുദ്ധം ചെയ്യണം. ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടായിട്ട് 100 വർഷം പോലും ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അതൊരു ശൈലിയാണ്, ദീർഘനാളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തൗസൻഡ്സ് ആൻഡ് മോർ ഇയേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പലപ്പോഴും ഉപയോഗിക്കുന്ന പല വാക്കുകളുണ്ട്. ഇപ്പോൾ ഗസ ഇന്നലെ പറഞ്ഞെന്താണ്, ഗസയെ ഒരു ഫ്രീഡം സ്പോട്ടാക്കി മാറ്റും. ഹൂസ് ഫ്രീഡം എന്ന് പറയുന്ന സംഭവമുണ്ട്. ആരുടെ സ്വാതന്ത്ര്യം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞു ഗസയെ റിവേറയാക്കി മാറ്റും, മിഡിൽ ഈസ്റ്റിൽ റിവേറയാക്കി മാറ്റും. പിന്നെ അവിടുത്തെ ആളുകളൊക്കെ നിങ്ങൾ എവിടെയൊക്കെ താമസിപ്പിച്ചൂടെ എന്ന് ജോർഡനോടും ഈജിപ്തിനോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവിടെ എനിക്ക് അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഇതാണ്, റീലൊക്കേറ്റ് ചെയ്യുക, അവിടെയുള്ള ആളുകളെ റീലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് പുള്ളിയുടെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ അത് ലിബിയയിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ അതേസമയം വൈറ്റ് ഹൗസിൻ്റെ വക്താക്കൾ നിഷേധിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇങ്ങനൊരു പ്ലാൻ ഉണ്ട് എന്നും പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലിബിയ ഇത് ഇപ്പോൾ ഈജിപ്തിനോട് പറഞ്ഞപ്പോൾ ഈജിപ്ത് അത് ഔട്ട്റൈറ്റ് ആയിട്ട് തള്ളിക്കളഞ്ഞു. മാത്രം ഈജിപ്തിനെ സംബന്ധിച്ച് അവർ ഭയങ്കര ബേജാറിലായി. കാരണം അത് അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ജോർഡാനിലും അങ്ങനെ തന്നെ. പക്ഷേ ലിബിയ ഇവരെ സ്വീകരിക്കുകയാണെങ്കിൽ ലിബിയയുടെ മുഅമ്മർ ഗദ്ദാഫിയുടെ കാലം മുതലുള്ള ബില്യൺ കണക്കിന് ഡോളർ അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് റിലീസ് ചെയ്യാമെന്നൊരു ഓഫർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഇദ്ദേഹം എല്ലാ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അദ്ദേഹം ഡീലിൻ്റെ ആളാണ്. മൊറോക്കോ ഇസ്രായേലും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് വെച്ചാൽ മൊറോക്കോയ്ക്ക് വേറൊരു ഡീലിലൂടെ അപ്പുറത്ത് അവർ ക്ലെയിം ചെയ്യുന്നൊരു ഭൂപ്രദേശത്ത് വെസ്റ്റേൺ സഹാറ, അതിൽ മൊറോക്കോയുടെ സോവറിറ്റി അംഗീകരിച്ചു കൊടുക്കും, പകരം ഇസ്രായേലിനെ അംഗീകരിക്കുക. ഇങ്ങനെയുള്ള വെച്ചുമാറലുകളുടെ ഒരു ഉസ്താദാണ് ഈ ട്രംപ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ബില്യൺ കണക്കിന് ഡോളേഴ്സ് അത് അൺഫ്രീസ് ചെയ്ത് തരാം എന്നൊരു ഓഫർ വെക്കുമായിരിക്കും. ലിബിയയെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക പ്രശ്നം നിൽക്കുന്ന രാജ്യത്തിന് അത് ആശ്വാസമാണ്. പക്ഷേ ലിബിയ അത് സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കാം. ലിബിയ സമ്മതിച്ചാൽ ലിബിയയിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാവും. ലിബിയ മനസ്സിലായി, കഴിഞ്ഞ വർഷം ലിബിയയുടെ വിദേശകാര്യമന്ത്രി, അവർ യങ് ലേഡിയാണ്, അവർ ഇറ്റലിയിൽ പോയപ്പോൾ ഈ ഇസ്രയേലിൻ്റെ ഒരു വിദേശകാര്യമന്ത്രിയായിട്ടൊരു സെൽഫി എടുത്തിരുന്നു. അതിൻ്റെ പേരിൽ വൻ പ്രതിഷേധവും കോലാഹലവും ഉണ്ടായിട്ട് അവർക്ക് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. രാജിവെക്കേണ്ടി വന്നു പറഞ്ഞാൽ അവർക്ക് നാട്ടിൽ തിരിച്ചു വരാൻ പറ്റിയില്ല. അവർ വിദേശത്തേക്ക് ഒരു ഒഫീഷ്യൽ ട്രിപ്പിന് പോയതാണ് വിദേശകാര്യമന്ത്രി എന്നുള്ള നിലക്ക്. അവർക്ക് തിരിച്ച് നാട്ടിൽ വരാൻ പോലും പറ്റില്ല. വിദേശത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് അവർ. അത്രയ്ക്കും പലസ്തീനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹമാണ് എല്ലാ അറബ് സമൂഹങ്ങളെയും പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇതും വർക്കബിളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ലിബിയ അംഗീകരിച്ചെന്ന് തന്നെ വിചാരിക്കുക, പലസ്തീനികൾ അതിന് സന്നദ്ധമാവുക, അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ ലോകത്ത് ഇങ്ങനെ പലതരം ഡിസ്കഷൻസ് നടക്കുമ്പോഴും ഗസയിൽ മനുഷ്യർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രംപ് മിഡിൽ ഈസ്റ്റ് സന്ദർശനം നടത്തുന്ന 3 ദിവസം കൊണ്ട് 400 മനുഷ്യരാണ് അവിടെ കൊല്ലപ്പെട്ടത്. 400 മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ഓരോ 40 മിനിറ്റിലും ഒരു കുഞ്ഞവിടെ കൊല്ലപ്പെടുന്നതാണ്. ഈ ട്രംപ് ഗൾഫിലുള്ള സമയത്താണ് അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ ആക്രമിച്ചിട്ട് അവിടെ ഒരു ജേർണലിസ്റ്റിനെ കൊല്ലുന്നത്. ആ ജേർണലിസ്റ്റ് നേരത്തെയുള്ളൊരു ആക്രമണത്തിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. അത് യൂറോപ്യൻ ഹോസ്പിറ്റലാണത്, അതുകൊണ്ട് മനസ്സിലാക്കണം. ഇത് ഇനിയിപ്പോൾ ഇന്നു മുതൽ പുതിയ ഓപ്പറേഷൻ എന്താണ് ജെഡിയോൺസ് ചാരിയറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്പറേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗസയെ മൊത്തത്തിൽ പിടിച്ചെടുത്ത് അവിടെയുള്ള പോപ്പുലേഷനെ ഒരു ഭാഗത്തേക്ക് തള്ളി മാറ്റി ബാക്കി ഭാഗം ഒക്യുപ്പൈ ചെയ്ത് വെക്കുക എന്നാണ് സമ്പൂർണ്ണ പിടിച്ചെടുക്കലിൻ്റെ ഓപ്പറേഷൻ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. കര, വ്യോമ, നാവിക സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള.
ഇതുവരെ നടത്തിയ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇതുവരെ നടത്തിയ അത് തന്നെയാണ്. അതേക്കാൾ മാരകമായിട്ടുള്ള അതിഭീകരമായുള്ള ആക്രമണങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അന്ന് രാവിലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞ് 100 കണക്കിന് ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു. പട്ടിണി, അപ്പോൾ അവിടെ പട്ടിണി ഉണ്ടെന്ന് ട്രംപ് തന്നെ സമ്മതിച്ചു. അവിടെ ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട്. കാരണം പട്ടിണി എന്ന് വെച്ചാൽ പട്ടിണി ഒരു വെപ്പൻ, ആയുധമായി ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഈ അതിർത്തികളെല്ലാം അടച്ചുപൂട്ടി അങ്ങോട്ടേക്കുള്ള ഒരു ഭക്ഷ്യവസ്തുവും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ആ പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് മേലാണ് ബോംബുകൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഹമാസ് ഏതെങ്കിലും നിലക്ക് ഒരു കീഴടങ്ങലിൻ്റെയോ വിട്ട് ഈ ദിവസങ്ങളിൽ തന്നെ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ പലവട്ടം ചർച്ച ചെയ്താണ്, ലോകത്ത് ഒരു പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ക്രൂരതയും അതേപോലെ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ചെറുത്തുനിൽപ്പ് നടക്കുന്ന ഒരു അസാധാരണ ദേശമായിട്ട് അത് മാറിയിരിക്കുകയാണ്. ഇതിലൂടെ അന്താരാഷ്ട്ര സമൂഹം, യൂറോപ്പിലും അമേരിക്കയിലും നമ്മുടെ മാധ്യമങ്ങളത് വേണ്ടത്ര കവർ ചെയ്യാത്തതുകൊണ്ട് മുമ്പില്ലാത്ത വിധത്തിലുള്ള പ്രതിഷേധങ്ങളും വലിയ തോതിലുള്ള, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്പെയിൻ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, ഈ കയ്യിൽ രക്തക്കറയിലെ മനുഷ്യരുമായിട്ട് നമ്മൾ കച്ചവടത്തിനില്ല എന്ന് സ്പാനിഷ് പ്രൈം മിനിസ്റ്റർ പാർലമെൻറ്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ നിലക്കുള്ള പ്രതിഷേധങ്ങൾ ഫ്രഞ്ച് പ്രസിഡന്റ്, എന്തായാലും പേര്, ഇമ്മാനുവൽ മാക്രോണും പ്രഖ്യാപിച്ചു ഈ ഇസ്രായേലുമായുള്ള ബന്ധങ്ങൾ നമ്മൾ റീതിങ്ക് ചെയ്യേണ്ടി വരും. ആ നിലക്ക് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി യൂറോപ്യൻ ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്ന് വരെ അതിശക്തമായ പ്രതികരണങ്ങൾ വരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പ്രതികരണങ്ങൾ വരുന്നത് വെച്ചാൽ അവിടുത്തെ തെരുവുകളിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനിതാണ് പറയുന്നത്, ആ ഒരു മനുഷ്യത്വവും പൈശാചികതയും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൻ്റെ പ്രതീകമായി ഗസ മാറുകയാണ്. ഇന്നലെ ഒരു ഇസ്രായേലി ടെലിവിഷനിൽ അവിടുത്തെ ഒരു പാർലമെൻറ്റ് അംഗം വന്ന് പറഞ്ഞ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് 100 ആളുകളെ കൊന്നില്ലേ, ലോകത്ത് അറിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ്. അങ്ങനെ മനുഷ്യരെ കൊല്ലുക, ആ കൊല്ലുന്നതിനെക്കുറിച്ച് അഭിമാനിക്കുക, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് ഞങ്ങളുടെ കഴിവാണെന്ന് വീമ്പ് പറയുക, അങ്ങനത്തെ ഒരു രാജ്യം ലോകം ഇങ്ങനെ നോക്കി നിൽക്കി ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതെത്ര കാലം ഇത് മുന്നോട്ട് പോകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. മനുഷ്യത്വം എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ബാക്കിയുണ്ടാവുമല്ലോ. ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഇതിൻ്റെ ഒരു ബോയിലിംഗ് പോയിൻറ്റിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഒരു ട്രിഗർ സംഭവിക്കാനിരിക്കുന്നുണ്ട് ലോകരാഷ്ട്രീയത്തിൽ. അതൊരു പക്ഷേ മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു പോപ്പുലർ അപ്രൈസിങ്, അതിലൂടെ മാത്രമേ ഇതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആയുധം കൊണ്ട് അനീതി എക്കാലവും ആധിപത്യം പുലർത്തുക എന്ന് പറയുന്നത് സംഭവിക്കില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് വേദനാജനകമായ കാര്യങ്ങളാണ്. സമൂഹം, അന്താരാഷ്ട്ര സമൂഹം എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തിന് തന്നെ പ്രസക്തിയില്ലാത്ത വിധം ഇപ്പോൾ ട്രംപ് ഇങ്ങനെ ആഘോഷിച്ച് നടക്കുമ്പോൾ മൈലുകൾക്കപ്പുറത്താണ് ഈ കൂട്ടക്കൊല നടക്കുന്നത് മനസ്സിലാക്കണം. ഇതൊക്കെ കാണുന്ന മനുഷ്യരുണ്ട്, പ്രജ്ഞയുള്ള, നീതിബോധമുള്ള, ധാർമ്മികബോധമുള്ള മനുഷ്യരുണ്ട്. അവരുടെ ആ ഒരു ഊർജം ഒരു ദിവസം പൊട്ടിത്തെറിക്കുമെന്നും അതൊരു വലിയ ഒരു രാഷ്ട്രീയ വിസ്ഫോടനമായി മാറുമെന്നും അതിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അജിംസ്, എന്തായിരിക്കും ഗസയുടെ ഭാവി? അല്ല, ഗസയുടെ ഭാവി നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. നമ്മൾ എത്രയോ നാളായിട്ട് ഗസയുടെ ഭാവി എന്നാണ് പറയുന്നത്. 2021 ഒക്ടോബർ 7 മുതൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഗസയുടെ ഭാവി ഒന്നും സംസാരിക്കാനുള്ള സമയമായിട്ടേ ഇല്ല. ദിവസമായി പറഞ്ഞാൽ അതിൻ്റെ ഒരു ബോയിലിംഗ് പോയിന്റ് എത്തിയിട്ടില്ല. എന്താ ഒന്നൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ട്രംപിൻ്റെ ഈ മിഡിൽ ഈസ്റ്റ് വിസിറ്റ് ഉണ്ടല്ലോ, സൗദി അറേബ്യയും ഖത്തറൊക്കെ സന്ദർശിച്ച ആ സമയത്ത് അതിന് തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ ഡോണേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. ഡോണേഴ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ USAID പോലുള്ള സംവിധാനങ്ങളെ സഹായിക്കുന്ന ആളുകളുടെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പോൾ രഹസ്യയോഗമായിരുന്നു. ആ രഹസ്യയോഗത്തിൽ നിന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ട്രംപ് വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു ആ യോഗത്തിൽ നിന്നാണ്. ട്രംപ് വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. സാധാരണ രീതിയിൽ അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായിട്ട് സംസാരിക്കുന്നതിൽ ഇദ്ദേഹം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. 2 കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഒന്ന് യുക്രൈനെക്കുറിച്ച് സംസാരിച്ചു, യുക്രൈൻ വാറിനെക്കുറിച്ചും ഗസയെക്കുറിച്ച് സംസാരിച്ചു. ഈ മുമ്പ് പറഞ്ഞ വാക്കുണ്ടല്ലോ, ഇന്ത്യ പാകിസ്ഥാനും കശ്മീരിന് വേണ്ടി തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്, ഹമാസ് ഈസ് ഫൈറ്റിംഗ് ദെയർ ഫോർ തൗസൻഡ്സ് ഇയേഴ്സ് എന്നാണ് അദ്ദേഹം അതിൽ ഉപയോഗിച്ച വാക്ക്. അതൊരു നിർണായകമായ മാറ്റമാണ് ട്രംപിൻ്റെ പോളിസിയിൽ, US പോളിസിയിലല്ല, ട്രംപിൻ്റെ പോളിസിയിൽ അത് നിർണായകമായ മാറ്റമാണ്. കാരണം ട്രംപ് ഒരിക്കലും ഹമാസിനെ അങ്ങനെ ഒരു എമ്പതിയോടുകൂടി സമീപിച്ചിട്ടില്ല ഇതുവരെ. എന്ന് മാത്രമല്ല, ഹമാസിനെ അവിടെ നിന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് ഗസ റിവിയർ ആക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ആ നിലപാട് അദ്ദേഹം മുമ്പേ വിട്ടു. മുമ്പ് ഫോക്സ് ന്യൂസിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ നിലപാട് ഇപ്പോൾ അദ്ദേഹത്തിനില്ല. പക്ഷേ ഹമാസ് അവിടെ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സായിട്ട് ഫൈറ്റ് ചെയ്യുന്നു എന്നൊരു നിലപാട് ട്രംപ് ഒരു ഇൻഡോർ മീറ്റിങ്ങിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായിട്ട്
അദ്ദേഹത്തിൻ്റെ നിലപാട് തിരുത്തുന്നു എന്നാണ് അർത്ഥം. പക്ഷെ അത് ഞാൻ US പോളിസിയെ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു രാജ്യം എന്ന നിലയിൽ അമേരിക്കയുടെ പോളിസി ബാധിക്കാനൊന്നും പോകുന്നില്ല. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇസ്രായേൽ തീരുമാനിച്ചത് ഒരു കൂടുതൽ പട്ടാളക്കാരെ ഗസയിലേക്ക് അയച്ച് ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള സമയമായി എന്നാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. അദ്ദേഹം അത് മാറ്റിവെച്ചത് ട്രംപിൻ്റെ ഈ മിഡിൽ ഈസ്റ്റ് വിസിറ്റ് കഴിയാൻ വേണ്ടിയാണ്. ട്രംപ് മിഡിൽ ഈസ്റ്റിൽ വന്നിട്ട് എന്താ ചെയ്തത്? സിറിയ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലി ഇസ്രായേലിൻ്റെ ശത്രുവായ സിറിയ എന്ന രാജ്യത്തെ അബ്രഹാം അക്കോർഡിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം നടന്നു. അവർക്ക് മേലുള്ള ഉപരോധം എടുത്ത് നീക്കുന്നു. അതും നെതന്യാഹുവിൻ്റെ എതിർപ്പ് മറികടന്നു. നെതന്യാഹു ഒട്ടും എഗ്രി ചെയ്യാത്തൊരു കാര്യമാണ് സിറിയയുടെ ഉപരോധം നീക്കുക, അമേരിക്കയുടെ ഉപരോധം നീക്കുക എന്നുള്ളത്. നെതന്യാഹു ഇസ്രായേൽ അംഗീകരിക്കാത്ത കാര്യമാണ്. അത് ട്രംപ് ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്നു, അയാളോടൊപ്പം ഒന്ന് ഫോട്ടോ എടുക്കുന്നു. മറ്റൊരു കാര്യം, ഇപ്പോൾ ട്രംപ് വന്ന് പോയി, അപ്പോൾ ഇത് നീട്ടിവെച്ചിരിക്കുകയായിരുന്നു. ട്രംപ് വന്ന് പോകുന്നവരെ കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ളത് നെതന്യാഹുവിൻ്റെ പ്ലാൻ. നെതന്യാഹു ഇപ്പോൾ ഒരു മിലിറ്ററി അയക്കുകയാണ് ഗസയിലേക്ക്, അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി അയക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ അത് വലിയ തോതിലുള്ള കുഴപ്പങ്ങൾക്ക് കാരണമാകും. അതിൻ്റെ കാരണം ഇപ്പോൾ തന്നെ നിലവിൽ ഇസ്രായേലിൻ്റെ റിസർവ് ഫോഴ്സ് ഉണ്ട്. റിസർവ് ഫോഴ്സിന് അവിടെ എല്ലാ പൗരന്മാരും നിർബന്ധിത സൈനിക സേവനത്തിന് നിർബന്ധിതരാണ് അവരുടെ ഭരണപ്രകാരം. അപ്പോൾ എല്ലാ സിവിലിയൻസും അവിടെ പട്ടാളക്കാരാണ്. അതിൽ 75% അവർ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ 75% പേരും ഈ പറയുന്ന ഒക്ടോബർ 7, 2021 ഒക്ടോബർ 7 ശേഷമുള്ള കാലങ്ങളിൽ 75% പേരും സൈനിക സേവനം അനുഷ്ഠിച്ച് കഴിഞ്ഞു. ഇനി ഒരു പൂർണ്ണ തോതിലുള്ള സൈനിക നീക്കം ഗസയിലേക്ക് നടത്തണമെങ്കിൽ ഇനി ബാക്കിയുള്ളവരെ കൂടി ഉപയോഗിക്കേണ്ടി വരും. അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ കുഴപ്പങ്ങൾക്ക് ഇസ്രായേൽ കാരണമാകും. കാരണം അമേരിക്കയിൽ ഇസ്രായേലിലെ 75% പൗരന്മാരും ഇപ്പോൾ ഏറ്റവും അവസാനമുള്ള അഭിപ്രായ സർവേ അനുസരിച്ച് ആ ഒരു മിലിറ്ററി മൂവ്മെൻറ്റിന് അനുകൂലമല്ല. അവരാവശ്യപ്പെടുന്നത് ബന്ദികളെ മോചിപ്പിക്കുക എന്ന ഒറ്റ കൺസേണിലേക്കാണ് അവർ വരുന്നത്. മറ്റതിന് അവർ അനുകൂലമല്ല. മറ്റൊരു കാര്യം, നെതന്യാഹുവിൻ്റെ കൊയാലിഷൻ, അവരൊരു കൊയാലിഷൻ ഗവൺമെൻറ്റാണല്ലോ, അത് തീവ്ര വലതുപക്ഷ പാർട്ടികളാണ്. അവർ ഈ മൂവ്മെൻറ്റിന് അനുകൂലമാണ്, പക്ഷേ ജനങ്ങളെതിരാണ്. സർക്കാർ ഈ സൈനിക നീക്കത്തിന് അനുകൂലവും ജനങ്ങളെതിരുമാവുന്ന ഒരു സാഹചര്യത്തിൽ ഈ കൊയാലിഷൻ മൂവ്മെൻറ്റിൻ്റെ സമ്മർദ്ദം നെതന്യാഹു നേരിടുകയാണ്. എപ്പോഴാണ് പട്ടാളത്തെ അയക്കുന്നത് എന്നാണ് അവർ നെതന്യാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്രായേലിൽ ഉണ്ടാകുന്ന ഒരു അൺട്രസ്റ്റ് ഉണ്ട്. മറ്റൊന്ന്, ഡിപ്ലോമാറ്റിക്കലി നിലവിൽ നെതന്യാഹു ഒറ്റയ്ക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, സൗദി അറേബ്യയുടെ ഡിമാൻഡ് എന്താണ്? സൗദി അറേബ്യയുടെ ഡിമാൻഡ്, ഞങ്ങൾ ഇസ്രായേലിനെ നോർമലൈസ് ചെയ്യാം, ഈ അബ്രഹാം അക്കോർഡ് അംഗീകരിക്കാം, എപ്പോൾ ഫലസ്തീൻ കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി ഒരു സ്വതന്ത്ര രാഷ്ട്രമാകുമ്പോൾ അംഗീകരിക്കാം. അപ്പോൾ ഈ അബ്രഹാം അക്കോർഡിലേക്ക് സൗദി അറേബ്യയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ട്രംപിൻ്റെ മിഷൻ. ട്രംപിന് മുമ്പിൽ സൗദി അറേബ്യ അസന്ദിഗ്ധമായി പറയുന്നത് ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം എന്ന ഡിമാൻഡാണ്. അവിടെ നെതന്യാഹുവിൻ്റെ റോൾ എന്താണ്? നെതന്യാഹു അവിടെ ഒറ്റപ്പെടുകയാണ്. കാരണം ഈ സൗദി അറേബ്യയുമായി ടൈപ്പ് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്നുള്ളത് നെതന്യാഹുവിന് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഡിപ്ലോമാറ്റിക്കലി പല കോണുകളിലും, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും US ആണെങ്കിലും റഷ്യ, ചൈന, മറ്റേത് രാജ്യമാണെങ്കിലും നെതന്യാഹു എന്ന് പറയുന്ന ഭരണാധികാരി ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ 3 സന്ദിഗ്ധാവസ്ഥയുണ്ട്. ഇതിൽ അടുത്ത സ്റ്റെപ്പ് നെതന്യാഹു എന്താണ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഗസയുടെ ഭാവിയെക്കുറിച്ചൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം, ഗസയിലെ വാർത്ത, അതല്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ നെതന്യാഹു ഒരു സൈനിക നീക്കത്തിന് തയ്യാറാവുകയാണെങ്കിൽ അത് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ സംഭവവികാസങ്ങൾ എസ്കലേറ്റ് ചെയ്യിക്കും. അതായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഗസയുടെ ഭാവിയെ നിർണ്ണയിക്കുക. ഇതോടെ ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. മറ്റു വിഷയങ്ങളുമായി വീണ്ടും വരാം.